മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള കായംകുളം സബ് ജില്ലയിലെ അധ്യാപക പരിശീലനങ്ങളുടെ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. LP, UP വിഷയങ്ങൾക്ക് സബ് ജില്ലാ തലങ്ങളിലും ഹൈസ്കൂൾ വിഷയങ്ങൾക്ക് ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം സബ് ജില്ലകൾ ക്ലബ്ബ് ചെയ്തുമാണ് പരിശീലനം നടത്തുന്നത്. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള കായംകുളം സബ് ജില്ലയിലെ അധ്യാപക പരിശീലനങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കായംകുളം BPC ഗായത്രി ജെ പറഞ്ഞു. 2025-26 വർഷത്തെ അധ്യാപക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള കായംകുളം സബ് ജില്ലയിൽ നാളെ തുടങ്ങുന്ന അധ്യാപക പരിശീലനത്തിൽ 800ഓളം അധ്യാപകരാണ് പങ്കെടുക്കുന്നത്. LP, UP, HS ഈ വിഭാഗങ്ങളിലായിട്ടാണ് 5 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ വെന്യൂ നിശ്ചയിച്ചാണ് പരിശീലനം നടത്തുന്നത്. അതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് സ്പെല്ല് മാത്രമാണുള്ളത്. അതിൽ 2 ബാച്ചുകൾ വീതം ക്രമീകരിച്ചിട്ടുണ്ട്. LP വിഭാഗത്തിന് 2 സ്പെല്ലുണ്ട്. അതിൻ്റെ ആദ്യ സ്പെല്ലാണ് ഇപ്പോൾ നടക്കുന്നത്. UPക്ക് ഫസ്റ്റ് സ്പെല്ല് കൊണ്ട് തന്നെ കോഴ്സ് പൂർത്തിയാകുന്നതായിരിക്കും. നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റ രീതിയിൽ പുതിയ കാലത്തെ കുട്ടികളെ പഠനത്തിലേക്ക് ആകത്തക്ക രീതിയിൽ ക്ലാസ് റൂം വിനിമയം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാക്തീകരണമാണ് നമ്മൾ അധ്യാപക പരിശീലനത്തിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. സന്തോഷ വിദ്യാലയം, അക്കാദമിക മാസ്റ്റർ പ്ലാൻ, പിന്നെ പാഠപുസ്തക ചർച്ച തുടങ്ങിയവയിലൂടെയാണ് 2 നാൾ നീളുന്ന പരിശീലനം പുരോഗമിക്കുന്നത്. സാധാരണഗതിയിൽ 5 ദിവസത്തെ പരിശീലനം ഇത്തവണ 2 ദിവസമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LP, UP വിഷയങ്ങൾക്ക് സബ് ജില്ലാ തലങ്ങളിലും ഹൈസ്കൂൾ വിഷയങ്ങൾക്ക് ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം സബ് ജില്ലകൾ ക്ലബ്ബ് ചെയ്തുമാണ് പരിശീലനങ്ങൾ നടത്തുന്നത്. ആദ്യ സ്പെല്ലിൽ LP, UP, HS വിഭാഗങ്ങളിലായി 15 ബാച്ചുകൾ കായംകുളത്ത് നടക്കുന്നുണ്ട്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LPS, ഗവൺമെന്റ് UPS, BRC ഹാൾ, കായംകുളം സെന്റ് മേരീസ് HS എന്നിവിടങ്ങളിലാണ് പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതം, ഹിന്ദി, സംസ്കൃതം വിഷയങ്ങളുടെ പരിശീലന ചുമതലയാണ് കായംകുളം സബ് ജില്ലയ്ക്ക് ഉള്ളത്. LP വിഭാഗങ്ങൾക്ക് 2 സ്പെൽ ഉണ്ടാകും. DRG പരിശീലനങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ട് പൂർത്തിയായി. RPമാരുടെ പ്ലാനിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തവണ 2 ദിവസം മാത്രമാണ് പരിശീലനമുള്ളത്. പുതിയ പാഠപുസ്തകങ്ങളെ പ്രവർത്തനാത്മകമായി ക്ലാസ് റൂമുകളിൽ വിനിമയം ചെയ്യേണ്ടതിന്റെയും പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ആകർഷണീയമായ രീതിയിൽ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന്റെയും ഭാഗമായാണ് പരിശീലനങ്ങൾ നടത്തുന്നത്. CDNet ന്യൂസ്, കായംകുളം.